ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. സാംസ്കാരിക ലോകം. ഈ ആഴ്ചയിലെ സാംസ്കാരിക ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കൾക്കും സ്വാഗതം. നവാഗത പ്രതിഭകളെയും കാലങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരെയും വായനക്കാരെയുമെല്ലാം ചേർത്ത് പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കളിലേക്ക് ഒരു സർഗാഭിമുഖ്യം. അതാണ് സാംസ്കാരിക ലോകം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് രമ്യ രതീഷ് എന്ന എഴുത്തുകാരിയെയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പന്നിയൂർ സ്വദേശിനിയായ രമ്യ വായനയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. പുസ്തക ചർച്ച, കവിയരങ്ങ് എന്നിങ്ങനെ സാംസ്കാരിക ഇടങ്ങളിലാകെ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് ഇവർ. പ്രേയസി എന്ന പേരിൽ ഒരു കഥാസമാഹാരവും, ഇഴ പോലെ, എന്നിലെ എന്നിൽ നീ എന്നീ 2 നോവലുകളും, വെള്ളാരം കണ്ണുള്ള ചങ്ങാതി എന്ന ഒരു ബാലസാഹിത്യ കൃതിയും, ഇഷാൻ റിഷാൻ ആൻഡ് കുഞ്ഞുസാറ എന്ന പേരിൽ മനോജ് കാട്ടാമ്പള്ളിയുമായി ചേർന്ന് എഴുതിയ മറ്റൊരു ബാലസാഹിത്യ രചനയും രമ്യയുടെ പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അംഗീകാരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഈ മലയാളി ആഗോള ചെറുകഥാ മത്സരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ്, എഴുത്തുകൂട്ടം സംസ്ഥാന കഥാ മത്സരത്തിലും കവിതാ മത്സരത്തിലും 1ഉം 3ഉം സ്ഥാനങ്ങൾ, SK പൊറ്റക്കാട് സ്മാരക ബാല കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം, പ്രതിലിപിയുടെ കഥാമത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ എന്നിങ്ങനെ ധാരാളം അംഗീകാരങ്ങൾ രമ്യ രതീഷിനെ തേടിയെത്തിയിട്ടുണ്ട്. ആബ്സല്യൂട്ട് സൈലൻസ്. രമ്യ എഴുതി അവതരിപ്പിക്കുന്ന ഈ കഥ കേൾക്കൂ. ഒരു തിങ്കളാഴ്ചയാണ് എൻ്റെ പ്രപഞ്ചം നിശ്ചലമായത്. തൊണ്ടയിൽ തറച്ചു നിന്ന ഒരു മുള്ളു പോലെ വല്ലാത്തൊരു അസ്വസ്ഥത. ഡോക്ടറുടെ ക്യാബിനിലെ വെളുത്ത ചുമരുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കുറിപ്പടിയിൽ എഴുതിയ ആ 2 വാക്കുകൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു. ആബ്സല്യൂട്ട് സൈലൻസ്. പൂർണ്ണമായ നിശബ്ദത വേണം. കുറച്ചു നാളത്തേക്ക് ഒന്നും സംസാരിക്കരുത്. വാക്കുകൾ കൊണ്ട് കോട്ടകൾ കെട്ടിയവനായിരുന്നു ഞാൻ. എൻ്റെ ഓരോ പ്രഭാതവും തുടങ്ങിയിരുന്നത് ടാർഗറ്റുകളെ കുറിച്ചുള്ള ആക്രോശങ്ങളിലൂടെയായിരുന്നു. ഫോൺ കോളുകൾ എൻ്റെ ചെവികളോട് ഒട്ടിച്ചേർന്നിരുന്നു. ഇമെയിലുകൾ എൻ്റെ വിരലുകളുടെ ചലനങ്ങളെ നിയന്ത്രിച്ചു. ശബ്ദിക്കാൻ പറ്റാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം കോർപ്പറേറ്റ് ലോകത്ത് നിശബ്ദത എന്നാൽ പരാജയം എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ഭയാനകമായിരുന്നു. ഓഫീസിലെ മീറ്റിങ്ങുകളിൽ ഞാൻ വെറുമൊരു നിശബ്ദ സാക്ഷിയായിരുന്നു. സഹപ്രവർത്തകർ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉള്ളിൽ തിരതല്ലി വരുന്നുണ്ടായിരുന്നു. പക്ഷേ നാവ് ചലിപ്പിക്കാൻ അനുവാദമില്ല. ഇടയ്ക്കിടെ കയ്യിലുള്ള നോട്ട് പാഡിൽ അക്ഷരങ്ങൾ കുത്തിക്കുറിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഒരു വരി പോലും പറയാൻ കഴിയാത്ത നീ എന്ത് മാനേജറാണ് എന്ന ചോദ്യം ഉള്ളിൽ മുഴങ്ങി. പക്ഷേ ആഴ്ചയുടെ പകുതി പിന്നിട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ആ ബഹളങ്ങൾ പതിയെ അടങ്ങാൻ തുടങ്ങി. വാശിയോടെ എന്തൊക്കെയോ വിളിച്ചു പറയാൻ വെമ്പിയ നാവ് തളർന്നപ്പോൾ എൻ്റെ കണ്ണുകളും കാതുകളും അസാധാരണമാം വിധം ഉണർന്നു. അന്ന് ഉച്ചയ്ക്ക് നടന്ന ബോർഡ് മീറ്റിംഗിൽ ഞാൻ പതിവ് പോലെ ലാപ്ടോപ്പും തുറന്നിരുന്നു. പക്ഷേ ഇത്തവണ മറ്റുള്ളവരുടെ വാക്കുകൾക്കിടയിൽ കയറി എൻ്റെ വാക്കുകൾ പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ നിശബ്ദത എനിക്കു നൽകിയ പാഠം വളരെ വലുതായിരുന്നു. മീറ്റിങ്ങുകളിൽ ആവേശത്തോടെ സംസാരിക്കുന്ന സഹപ്രവർത്തകന്റെ വാക്കുകളിലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. എപ്പോഴും തലകുനിച്ചിരിക്കുന്ന പുതിയ ഇന്റേണിന്റെ കണ്ണുകളിൽ പറയാതെ പോയ മിടുക്കൻ ആശയങ്ങൾ ഞാൻ കണ്ടു. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരെ കേൾക്കുകയല്ല, മറിച്ച് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഇടവേളകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ മനസ്സിലാക്കി. ഓഫീസിൽ നിന്നും തിരികെ മടങ്ങുമ്പോൾ പതിവായുള്ള ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയപ്പോഴും എന്നിൽ ആ മാറ്റം പ്രകടമായിരുന്നു. ഫോണിൽ അലർന്നതിന് പകരം ഞാൻ കാറിന് പുറത്തെ ലോകത്തെ നോക്കി. അപ്പോൾ പെയ്തു തുടങ്ങിയ മഴത്തുള്ളികൾ, വിൻഡ്ഷീൽഡിൽ തീർത്ത ചിത്രങ്ങൾ, റോഡരികിൽ കുടചൂടി നിൽക്കുന്നവരുടെ മുഖത്തെ ഭാവങ്ങൾ, ഇതൊന്നും മുൻപ് ഞാൻ കണ്ടിരുന്നില്ല. നിശബ്ദത എന്നെ ഒരു നിരീക്ഷകനാക്കി മാറ്റിയിരുന്നു. വീട്ടിൽ ഭാര്യയോടും മക്കളോടും സംസാരിക്കാൻ കഴിയാത്തത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെങ്കിലും ആ സങ്കടം പെട്ടെന്ന് തന്നെ ഒരു പുതിയ തിരിച്ചറിവിന് വഴിമാറി. സ്കൂളിലെ വിശേഷങ്ങൾ മകൾ വന്നു പറയുമ്പോൾ ഇടക്ക് കയറി ഉപദേശങ്ങൾ നൽകാതെ അവൾ പറയുന്നത് ഞാൻ പൂർണ്ണമായും കേട്ടു.
അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ തലയാട്ടിയപ്പോൾ അവൾക്ക് ലഭിച്ച ആ ആത്മവിശ്വാസം ഇതിനു മുമ്പ് ഞാൻ നൽകിയ ഒരു വാക്കിനും നൽകാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ മനസ്സിൽ സങ്കടം തോന്നി. ഭാര്യയുടെ കാര്യത്തിലും ആ മാറ്റം പ്രകടമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും അവൾ പറയുന്ന കാര്യങ്ങൾ ഒരു യന്ത്രത്തെ പോലെ മൂളിക്കേൾക്കുക മാത്രമായിരുന്നു എൻ്റെ പതിവ്. കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിയോ നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചോ ആയിരുന്നു ഞാൻ അവളുടെ അരികിലിരുന്നത്. എൻ്റെ വാക്കുകളുടെ ബഹളത്തിൽ അവളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും ഒലിച്ചു പോയിരുന്നു. എന്നാൽ ഈ നിശബ്ദതയുടെ ദിനങ്ങളിൽ രാത്രി ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവളെ ശരിക്കും കണ്ടു. വീട്ടുജോലികൾക്കിടയിൽ അവൾ തളരുമ്പോഴും എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന ആ മുഖത്തെ ക്ഷീണം ഞാൻ ആദ്യമായി തൊട്ടറിഞ്ഞു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്ന നേർത്ത ഇടർച്ചകൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയപ്പോൾ അവൾ അനുഭവിച്ച ഏകാന്തതയുടെ സാക്ഷ്യമായിരുന്നു. ഒന്നും മിണ്ടാതെ അവളുടെ കൈകളിൽ പതുക്കെ അമർത്തിപ്പിടിച്ചപ്പോൾ 1000 വാക്കുകൾ കൊണ്ട് എനിക്ക് നൽകാൻ കഴിയാതിരുന്ന ഒരു സമാധാനം അവളുടെ മുഖത്ത് മിന്നിമറയുന്നത് ഞാൻ കണ്ടു. ചില നേരങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത് നമ്മുടെ ഉപദേശങ്ങളോ തർക്കങ്ങളോ അല്ല, മറിച്ച് നമ്മൾ അവർക്കൊപ്പമുണ്ടെന്നുള്ള ആ നിശബ്ദമായ സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ തൊണ്ടയിലെ ആ അസ്വസ്ഥത കുറഞ്ഞു വന്നെങ്കിലും ഹൃദയത്തിൽ പുതിയൊരു ഭാരം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. വാക്കുകൾ കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിയ മതിലുകൾ തകർന്നു വീണപ്പോൾ അതിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ തെളിഞ്ഞു വന്നു. ഒടുവിൽ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമായി. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, ഇനി പതുക്കെ സംസാരിച്ചു തുടങ്ങാം. അത് കേട്ടപ്പോൾ സന്തോഷമാണോ അതോ പേടിയാണോ തോന്നിയത് എന്ന് എനിക്കറിയില്ല. മാസങ്ങളോളം പൂട്ടിക്കിടന്ന ഒരു വീട് തുറക്കുന്നത് പോലെ ഉള്ളിൽ വാക്കുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷേ ഏത് വാക്കാണ് ആദ്യം പറയേണ്ടത്? ഇത്രയും കാലം ഞാൻ ചൊരിഞ്ഞ അധികാരത്തിൻ്റെയോ ആക്രോശത്തിൻ്റെയോ വാക്കുകളാണോ, അതോ എൻ്റെ അസാന്നിധ്യത്തിലും എനിക്ക് കാവലിരുന്ന പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹമാണോ? അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ ഭാര്യയുണ്ടായിരുന്നു. പതിവ് പോലെ എനിക്ക് കുടിക്കാൻ വെള്ളവുമായി അവൾ അടുത്തു വന്നു. ഞാൻ ആ ഗ്ലാസ് വാങ്ങി ടീപ്പോയിൽ വെച്ചു. അവൾ എന്നെ അത്ഭുതത്തോടെ നോക്കി. എനിക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് കരുതി ആകുലതയോടെ അടുത്തു വന്നു. നാളുകൾക്ക് ശേഷം എൻ്റെ ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. അത് ഒരു മാനേജറുടെ ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നില്ല, മറിച്ച് ഇടർച്ചയുള്ള ഈറനണിഞ്ഞ ഒരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ആ ഒരൊറ്റ വാക്കിന് ഇത്രമേൽ ഭാരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകൾ വിടർന്നു. വാക്കുകൾ കിട്ടാതെ അവൾ നിന്നു. ഞാൻ തുടർന്നു. ഇത്രയും കാലം ഞാൻ സംസാരിക്കുകയായിരുന്നു, പക്ഷേ നീ ഒന്നും തിരിച്ചു പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ എനിക്ക് നിന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ ആ നിശബ്ദതയിൽ നീ എത്രമാത്രം ഒറ്റയ്ക്കായിരുന്നുവെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളിക്കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി കാത്തിരുന്ന ഒരു അംഗീകാരത്തിൻ്റെതായിരുന്നു. അവൾ എൻ്റെ തോളിൽ തല ചായ്ച്ചപ്പോൾ ചുറ്റുമുള്ള ലോകം വീണ്ടും നിശബ്ദമായ പോലെ എനിക്ക് തോന്നി. പക്ഷേ അത് ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നില്ല. ഹൃദയങ്ങൾ തമ്മിൽ സംവദിക്കുന്ന സ്നേഹം മാത്രം നിറയുന്ന ഒരു നിശബ്ദതയായിരുന്നു. ഞാൻ മനസ്സിലാക്കി, ചിലപ്പോൾ ദൈവം നമ്മുടെ ശബ്ദം തടയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയമെടുപ്പ് കേൾക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ ആ ആബ്സല്യൂട്ട് സൈലൻസ് അവസാനിച്ചിരുന്നെങ്കിലും എന്നിലെ യഥാർത്ഥ സംഭാഷണം അപ്പോൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആബ്സല്യൂട്ട് സൈലൻസ്. രമ്യ രതീഷ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ ആഴ്ചത്തെ സാംസ്കാരിക ലോകം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. സാംസ്കാരിക ലോകത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള രചനകൾ ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയക്കുക. സാംസ്കാരിക ലോകം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി FM, കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ, പുത്തൂർ റോഡ്, പാനൂർ 670692, കണ്ണൂർ ജില്ല. നിർവഹണം N. വിനീത് കുമാർ. നിർവഹണ സഹായം റിൻഷ സുജിത്ത്. സാംസ്കാരിക ലോകം.